16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ ചട്ടലംഘനം. മറനീക്കിയത് കോൺഗ്രസ് ബി.ജെ.പി. ഡീലെന്ന് പ്രതിപക്ഷം. വാക്കൌട്ട് പ്രസംഗത്തിന് മുന്നേ ബി.ജെ.പി. അംഗത്തിന് സംസാരിക്കാൻ അവസരം നൽകിയത് ചട്ടലംഘനമെന്ന് പിണറായി വിജയൻ. ആദ്യമായി സംസാരിക്കാൻ വന്നയാളെ തടസ്സപ്പെടുത്തേണ്ടെന്ന് കരുതിയെന്ന് സ്പീക്കറുടെ മറുപടി. പതിനാറാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ ചട്ടലംഘനം. കോൺഗ്രസ് ബി.ജെ.പി. ഡീലാണ് ഇതിലൂടെ മറനീക്കി പുറത്തു വന്നതെന്ന് പ്രതിപക്ഷമായ ഇടതുപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷം വാക്കൌട്ട് പ്രസംഗം നടത്തുന്നതിനു മുൻപ് ബി.ജെ.പി. എം.എൽ.എ. ബി ഗോപകുമാറിന് സംസാരിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുമതി നൽകിയതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. ചട്ടപ്രകാരം ബി.ജെ.പി. പ്രതിനിധിക്ക് സംസാരിക്കാൻ അവസരമില്ല. എന്നാൽ ഗോപകുമാർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തുടരാൻ സ്പീക്കർ അനുമതി നൽകുകയായിരുന്നു. സഭ നിർത്തിവെച്ച് വിലക്കയറ്റം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ.എൻ. ബാലഗോപാൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് മുഖ്യമന്ത്രി തള്ളിയിരുന്നു. ഇതോടെ വാക്കൌട്ട് ചെയ്യുകയാണെന്ന് പ്രതിപക്ഷം അറിയിച്ചു. തുടർന്ന് പി.കെ. പ്രവീൺ എം.എൽ.എ. വാക്കൌട്ട് പ്രസംഗം നടത്തുന്നതിന് മുൻപാണ് ബി.ജെ.പി. എം.എൽ.എക്ക് പ്രസംഗിക്കാൻ സ്പീക്കർ അനുമതി നൽകിയത്. ഇതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷ എം.എൽ.എമാർ രംഗത്തെത്തുകയായിരുന്നു. സ്പീക്കറുടെ നടപടി സഭാചട്ടങ്ങളുടെ വ്യതിയാനമായി പോയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വാക്കൌട്ട് പ്രസംഗം കഴിഞ്ഞതിനു ശേഷം എം.എൽ.എക്ക് സംസാരിക്കാൻ അനുമതി നൽകാമായിരുന്നെന്നും ചട്ടലംഘനം നടത്തിയാണ് ഇപ്പോൾ പ്രസംഗിക്കാൻ അവസരം കൊടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ബി.ജെ.പി. പ്രതിനിധിക്ക് അവസരം നൽകിയതിൽ ഭരണപക്ഷത്തു നിന്നുള്ള പ്രതിനിധികൾക്ക് യാതൊരു വിയോജിപ്പും ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമായി. അതേസമയം സഭയിൽ ആദ്യ പ്രസംഗം നടത്താൻ അർഹതയുള്ള ആളാണ് ഗോപകുമാറെന്നും സഭയിൽ ആദ്യമായി വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നിർത്തുന്നത് ശരിയല്ലെന്നതുകൊണ്ടാണ് അവസരം നൽകിയതെന്നും സ്പീക്കർ മറുപടി പറഞ്ഞു. ഔചിത്യവും അനൌചിത്യവും നോക്കുന്നത് സഭാചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാവരുത് എന്ന ഒരു സാമാന്യ ബോധം സഭയിലെ മുതിർന്ന അംഗവും സ്പീക്കറുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഉണ്ടായിരുന്നാൽ തീരുന്ന കാര്യമേ സത്യത്തിൽ ഇക്കാര്യത്തിൽ ഉള്ളൂ എന്നതാണ് വാസ്തവം. അടിയന്തര പ്രമേയത്തിൽ വാക്കൌട്ട് പ്രസംഗത്തിന് മുന്നേ മറ്റൊരു പ്രതിപക്ഷ കക്ഷിക്ക് സംസാരിക്കാൻ അവസരം നൽകിയത് തീർത്തും അനൌചിത്യപരമായി പോയി എന്നു തന്നെ വേണം പറയാൻ. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വിലക്കയറ്റവും ഇന്ധനവില വർധനവും നിയന്ത്രിക്കുന്നതിന് ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കെ.എൻ. ബാലഗോപാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ അടിയന്തരമായി നികുതി ഇളവുകൾ നൽകണമെന്നും പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വില ദിനംപ്രതി ഉയരുന്നത് ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിലക്കയറ്റം സംബന്ധിച്ച് ഒരു ധാരണയായ ശേഷം നടപടിയെടുക്കാം എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ലെന്നും സ്ഥിതിഗതികൾ വഷളാകുന്നതിന് മുൻപ് ഇടപെടണമെന്നും ബാലഗോപാൽ ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനവ് മൂലം ഹോട്ടൽ മേഖലയും നിർമ്മാണ മേഖലയും കടുത്ത പ്രതിസന്ധിയിലാണ്. ഹോട്ടലുകളിൽ നിലവിലിരുന്ന് കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും പാഴ്സൽ സർവീസുകൾ മാത്രമാണ് പലയിടത്തും ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധനവില വർധനവ് വഴി സംസ്ഥാന ഖജനാവിലേക്ക് പ്രതിമാസം 150 മുതൽ 180 കോടി രൂപ വരെ അധികമായി എത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നികുതി കുറയ്ക്കുന്നത് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ കാര്യമായി ബാധിക്കില്ലെന്നും കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. അനിയന്ത്രിതമായി തുടരുന്ന വിലക്കയറ്റത്തിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. സപ്ലൈകോ ഉൾപ്പെടെയുള്ള പൊതുവിതരണ കേന്ദ്രങ്ങളിലും അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണെന്നും സർക്കാർ വിപണി ഇടപെടലുകളിൽ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം ഭാഗികമായി വിഷയം ശരിയാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിന്റെ സാമൂഹ്യ ആഘാതവും സാമ്പത്തിക ആഘാതവും എന്ത് എന്നതുപോലും പരിശോധിക്കുവാൻ സാധിക്കുന്നില്ലെന്നും ആഘാതം പരിശോധിച്ചതിനു ശേഷം മാത്രമേ നടപടിയെടുക്കാൻ സാധിക്കൂ എന്നുമാണ് പറഞ്ഞത്. എന്തൊക്കെ ഗിമ്മിക്കുകൾ കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ ഒരു പൊതുവിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നു വേണം മനസ്സിലാക്കാൻ.